Hello everyone, welcome back to Silent Learning. ഇന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ആപ്പ് യൂസ് ചെയ്തിട്ട് ആക്ച്വലി ആപ്പിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ വജ്ര ബാച്ച് 6ാം ക്ലാസ്സിൻ്റെ വജ്ര ബാച്ച് സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വജ്ര ബാച്ച് എങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകുന്ന ആ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടാവുമല്ലോ, ആ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അവിടെ സെർച്ച് ആപ്സ് ആൻഡ് ഗെയിംസിൽ എടുത്തത് അതിൽ സൈലം ലേണിംഗ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. സൈലം ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് തുറന്നു വരുന്നതാണ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇത് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അതിൽ ഇൻസ്റ്റാൾ ഡൗൺലോഡൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് വെക്കുക. അതിനുശേഷം അത് തുറന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കാനുള്ള ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. അതിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇന്ത്യയുടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നമുക്ക് നോക്കാം. ജസ്റ്റ് ഇന്ത്യ സെലക്ട് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി അവിടുത്തെ നമ്പർ അടിക്കാനുണ്ടാകും. അത് നിങ്ങളുടെ ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കാം. അതിൽ ഓക്കെ, ആ നമ്പർ അടിച്ച് ജസ്റ്റ് എന്താക്കുക, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP വെരിഫിക്കേഷൻ ഉണ്ടാകും. നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ വരുന്നതാണ്. അതും നിങ്ങൾ ജസ്റ്റ് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ ഒരു നമ്പർ നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് അവിടെ ആ ഒരു അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരുന്നതാണ്. ആ OTP നമ്മൾ ജസ്റ്റ് എന്താക്കുക, ജസ്റ്റ് ഇവിടെ എന്താക്കുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡെഫിനറ്റ്ലി ആ OTP നമ്പർ ജസ്റ്റ് കൊടുക്കുക. ആ OTP നമ്പർ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സൈലത്തിൻ്റെ വജ്ര ആപ്പ് ആക്ച്വലി തുറന്നു വരുന്നതാണ്. ആ ആപ്പിൽ ഫസ്റ്റ് തന്നെ ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് വജ്ര എന്ന് ഇത് നേരത്തെ സെലക്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ സ്റ്റഡി എന്നുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ അതർ എക്സാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ഓക്കെ, ഞാൻ നേരത്തെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി വജ്ര വന്നിട്ടുണ്ടായിരുന്നത്. യെസ്, എക്സ്പ്ലോർ അതർ എക്സാം ഉണ്ടാവും. ഇത് എങ്ങനെയാണ് വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു 3 ഡോട്ട്സ് ഉണ്ടാവും. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ അതർ എക്സാംസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഓഫ് എക്സാമുകളെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ബാച്ചുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. അതിൽ നമുക്ക് വേണ്ട വെച്ചാൽ സ്കൂൾ പ്രിപ്പറേഷനാണ്. ഓക്കെ, നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികളാണല്ലോ, 6ാം ക്ലാസ് വജ്ര ടീംസ്. ഓക്കെ, അപ്പോൾ സ്കൂൾ പ്രിപ്പറേഷൻ എന്നുള്ള ആ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അതിൽ 6ാം ക്ലാസ് ഡെഫിനറ്റ്ലി നമ്മുടെ വജ്ര ബാച്ച് 6ാം ക്ലാസ് ആണ്. 6 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വജ്ര ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ വരികയായി. ഡെഫിനറ്റ്ലി ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും ബാച്ചിൻ്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഓക്കെ 2025 സ്റ്റേറ്റിലുള്ള 1999 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു വജ്ര ബാച്ച് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ബൈ നൗ നിങ്ങൾ ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്യാൻ പോവാണ്, നമ്മുടെ വജ്ര ബാച്ച് പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിൽ ജസ്റ്റ് ബൈ നൗ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൈസ് റേഞ്ചും ആക്ച്വലി 2857 രൂപയുടെ ബാച്ചാണ്. 30% ഡിസ്കൗണ്ടോട് കൂടിയാണ് നമുക്ക് 1999 രൂപയ്ക്ക് നമുക്കിത് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ എന്താക്കുക, പ്രൊസീഡ് ടു ബൈ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റാസോർ പേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ വരും. ഓക്കെ, അത് പേയ്മെൻറ്റിനുള്ള ഒരു ഗേറ്റ് വേ ആണ്. അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്തിട്ട് ATM കാർഡ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ATM കാർഡിൻ്റെ നമ്പറും അതുപോലെ തന്നെ ബാക്കിലുള്ള CVV നമ്പറും അത് നിങ്ങൾക്ക് പാരൻസിനൊക്കെ അറിയുമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അത് ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ UPI QR കോഡ് വെച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഒരു മൊബൈൽ നമ്പർ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആക്ച്വലി നിങ്ങളുടെ മൊബൈലുള്ള ആ ഒരു മൊബൈൽ നമ്പറിലാണ് ഗൂഗിൾ പേ ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ നേരെ എന്താക്കും, ആ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പേയിലേക്ക് ജസ്റ്റ് നേരെ പോയിട്ട് അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഷോ QR കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഒരു QR കോഡ് ജനറേറ്റ് ആയിട്ട് വരും, ഒരു QR കോഡ്. അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് മറ്റൊരു മൊബൈൽ യൂസ് ചെയ്തിട്ട് അതെന്താക്കാം, ജസ്റ്റ് ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ ഫോൺ പേ യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്താം. ഏത് ഇത് UPI ആപ്പ് വെച്ചിട്ടും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലാണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ഗൂഗിൾ പേ പോയിട്ട് അതിലും അതിന് ഓപ്ഷൻ ഉണ്ട്. ഏതായാലും ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പേ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നേരെ ആപ്പിലേക്ക് കിടക്കുന്നതാണ്. ആ ഒരു പേയ്മെൻറ്റ് എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യുക. നമ്മുടെ വജ്ര ബാച്ച് ഉടൻ ആരംഭിക്കാൻ പോകണം, ആക്ച്വലി ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എത്രയും പെട്ടെന്ന് സീറ്റ് ഉറപ്പിക്കുക, പവറാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുപോലത്തെ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളൊക്കെ ആക്സസ് ചെയ്യാം എന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.